Hello friends, Crafty Company Malayalam പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സോപ്പിൽ നിന്നും എങ്ങനെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാമെന്നതാണ്. ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ലക്സിന്റെ സോപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിന് 25 രൂപയാണ് വില വരുന്നത്. അതായത് 100 ഗ്രാം ആണ് വരുന്നത്. അപ്പോൾ ലക്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് ലൈഫ്ബോയ് ഉപയോഗിക്കാം. ഇതുപോലെ കട്ടിയുള്ള സോപ്പ് എടുക്കണമെന്ന് മാത്രം. അപ്പോൾ ശ്രദ്ധിക്കുക, ചന്ദ്രിക മെഡിമിക്സ് പോലുള്ള വേഗത്തിൽ അലിയുന്ന സോപ്പ് ഇതിന് എടുക്കാതിരിക്കുക. അപ്പോൾ അതിനുശേഷം ഇതുപോലെ ഒരു കത്തി വേണം. ഇത് നമുക്ക് സോപ്പ് ചിരണ്ടാനാണ്. അപ്പോൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാത്ത, അതായത് ഇത് ഒരു കളഞ്ഞ കത്തിയാണ്, പഴയ കത്തിയാണ്. അപ്പോൾ ഇതുപോലെ കളഞ്ഞത്, അതായത് പഴയ ഒരു കത്തി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ സോപ്പൊക്കെയാണ് ചിരണ്ടുന്നത്. അപ്പോൾ വീണ്ടും ഭക്ഷണാവശ്യങ്ങൾക്കായിട്ട് ചിരണ്ടാൻ, അതായത് പച്ചക്കറിയൊക്കെ അരിയാൻ ഉപയോഗിക്കാതെ ഇതുപോലെ പഴയ കത്തി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത് ചെറിയ നേർത്ത പാളികളാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ചിരണ്ടി എടുക്കണം. അതായത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റണം ഈ സോപ്പിനെ. വേഗത്തിൽ അലിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് വെള്ളത്തിൽ. അപ്പോൾ ഇത് വളരെ ചെറിയ നേർത്ത പാളികളാക്കി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോൾ 100 ഗ്രാമാണ് ഇത് വരുന്നത്. 100 ഗ്രാമിന് നമ്മളിവിടെ 2 ലിറ്റർ ഹാൻഡ് വാഷാണ് ഉണ്ടാക്കുന്നത് 100 ഗ്രാം സോപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിക്കുകയാണ് വേണ്ടത്. അതിനായിട്ട്, അതായത് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് വെള്ളം. അതിനായിട്ട് ഇതുപോലെ ഈ പാത്രം അങ്ങനെ തന്നെയാണ്, അടുക്കളയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാത്രം ഉപയോഗിക്കാതിരിക്കുക. സോപ്പ് ചൂടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം അതിലേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ മിനറൽ വാട്ടറിൻ്റെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ 2 പ്രാവശ്യം എടുത്താൽ മതി വെള്ളം. അപ്പോൾ 2 ലിറ്റർ വെള്ളം നന്നായിട്ട് തിളക്കുന്നത് വരെ കാത്തിരിക്കാം. അതിന് മുമ്പ് ഞാനൊരു സാധനം കാണിച്ചു തരാം. ഇത് ഗ്ലിസറിനാണ്. ഇത് ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും നമുക്ക് കിട്ടും. 25 രൂപയാണ് ഇതിന് വില വരുന്നത്. അപ്പോൾ ഈ ഗ്ലിസറിൻ ഇത്രയൊന്നും വേണമെന്നില്ല, 2 ടീസ്പൂൺ ഗ്ലിസറിൻ മതി നമുക്ക്. അപ്പോൾ ഇതുപോലുള്ള ബോട്ടിലാണ് ലഭിക്കുന്നത്. അപ്പോൾ 25 രൂപയാണ് ഇതിന് വില. ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ട് എടുത്തിട്ടുള്ള സോപ്പ് അതിലേക്ക് പതിയെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ലയിക്കണം. ലയിക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ലയിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു കയ്യിലൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് വേഗത്തിൽ ലയിക്കും. അപ്പോൾ ഈ സോപ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഈ പാത്രത്തിൻ്റെ അടിഭാഗത്തൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് അല്ല, ഇത് ലയിക്കുന്നത് വരെ, അതായത് ഈ സോപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് അതിലേക്കിട്ട ആ സോപ്പൊക്കെ നന്നായിട്ട് ലയിച്ചെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ അടിഭാഗത്ത് ഈ സോപ്പിൻ്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലിസറിൻ ഉണ്ടല്ലോ, അത് 2 ടീസ്പൂൺ ഗ്ലിസറിനാണ് നമുക്കിവിടെ വേണ്ടത്. ഒരു സ്പൂൺ എടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ ഗ്ലിസറിൻ നമുക്ക് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ആ സ്പൂണിനൊക്കെ ഗ്ലിസറിൻ കുറച്ച് പറ്റിയിട്ടുണ്ടാവും, അത് വേസ്റ്റ് ചെയ്യേണ്ട. അതുകൊണ്ട് ആ വെള്ളത്തിലൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കി കൊടുക്കാം. അതിനുശേഷം ഒരു കയ്യിലിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കാരണം നമ്മളിവിടെ ഒഴിച്ചിട്ടുള്ള 2 ടീസ്പൂൺ ഗ്ലിസറിൻ ഈ 2 ലിറ്റർ വെള്ളത്തിൽ മുഴുവനായിട്ട് എത്തിച്ചേരേണ്ടതുണ്ട്. അതായത് എല്ലാ ഭാഗത്തും എത്തിച്ചേരണം. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ഒരു കയ്യിലിട്ടതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിനൊരു അടപ്പ് വെച്ചതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം. ഒരു 10 മണിക്കൂർ നേരത്തേക്ക് ഇനി ഇത് എടുക്കാൻ പാടില്ല. 10 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് ഉറക്കാനായിട്ട് വെക്കാം. അപ്പോൾ രാത്രിയൊക്കെ ചെയ്തിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇവിടെ 10 മണിക്കൂർ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ജെല്ലി രൂപത്തിലാണ് ഉള്ളത്. നല്ല കട്ട പിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല കട്ട പിടിച്ചിട്ടുണ്ട് നമ്മളെ സോപ്പിൻ്റെ വെള്ളം. അപ്പോൾ അടുത്തതായിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കണം. അതായത് നല്ല വെള്ളാന്ന പോലെ. ഇപ്പോൾ ഇവിടെ നല്ല കട്ടിയിലാണല്ലോ ഉള്ളത്, അത് നല്ല സാധാരണ വെള്ളം പോലെ ആക്കിയിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒന്ന് നന്നായിട്ട് കയ്യിലിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം ആ ജെല്ലി പോലുള്ള ഇതൊക്കെ. അപ്പോൾ അതിൽ കട്ടി ആയിട്ടുള്ള, ഉടച്ചതിന് ശേഷം കട്ടിയുള്ള ഇതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഹാൻഡ് വാഷ് കറക്റ്റ് ആവണം എന്നില്ല. ഇതുപോലെ നല്ല വെള്ളമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ, ഒരു 3/4 ലിറ്റർ വെള്ളമൊക്കെ ചേർക്കാവുന്നതാണ്. കാരണം ഇത് നല്ല കട്ടിയുണ്ട്. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ അനക്കാതെ വെച്ചാൽ കട്ട പിടിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു പഴയ ചന്ദ്രികയുടെ ബോട്ടിലാണ്. ഈ 215 ml 89 രൂപയാണ് ഈ ചന്ദ്രികയുടെ ഈ ഹാൻഡ് വാഷിന് വരുന്നത്.
അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഉണ്ടാക്കിയ 2.5 ലിറ്ററിന് ഏകദേശം ഒരു 1000 രൂപയുടെ മുകളിലൊക്കെ വരും വില. അപ്പോൾ അത് നമ്മൾ വെറും 30 രൂപയ്ക്കാണ്, അതായത് 25 ഗ്ലിസറിൻ്റെ വില കൂടി കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു 30 രൂപയ്ക്കാണ് നമ്മൾ ഈ 1000 രൂപ വില വരുന്ന ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കാലിയായ ഇതുപോലുള്ള ഒരു ഹാൻഡ് വാഷിൻ്റെ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ ലെക്സാണ് എടുത്തിട്ടുള്ളത്. ഈ ലെക്സ് അല്ല, ഏതെടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ഈ ലെക്സ് സോപ്പിൻ്റെ അതേ മണം തന്നെയായിരിക്കും ഈ ഉണ്ടാക്കുന്ന ഹാൻഡ് വാഷിന്. യാതൊരു ശതമാനം പോലും അതിൻ്റെ മണം കുറയുന്നില്ല. നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ കൈ കഴുകിയതിന് ശേഷം ഉണ്ടാകുന്നത് ആ മണം, അതുപോലെ തന്നെയായിരിക്കും ഈ ഹാൻഡ് വാഷ് ഉപയോഗിച്ചിട്ടാകുമ്പോഴും ഉണ്ടാകുന്നത്. നല്ല പതയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നല്ലോണം കട്ടിയുണ്ടെങ്കിൽ വെള്ളം കൂട്ടണം, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് അവിടെ കട്ട പിടിച്ചിട്ട് പോകും. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ കുപ്പികളിലൊക്കെ നിറച്ച് വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിലും വേഗത്തിലൊക്കെ നമുക്ക് ഹാൻഡ് വാഷ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ വെള്ളമൊന്നും കൂട്ടിയിട്ടില്ല, അതാണ് ഇത്ര നല്ല കട്ടിയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു 1/2 ലിറ്റർ അല്ലെങ്കിൽ 3/4 ലിറ്ററോളം വെള്ളം കൂട്ടാം. അല്ലാതെ വെള്ളം കൂട്ടാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കട്ട പിടിച്ച് പോകാൻ സാധ്യതയാണ്. കട്ട പിടിച്ച പ്രശ്നമില്ല, പിന്നീട് വെള്ളം കൂട്ടിയാലും മതി. വെള്ളം കൂട്ടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഒരു 2.5 ലിറ്റർ 3 ലിറ്റർ ഹാൻഡ് വാഷ് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 2 ലിറ്റർ ഹാൻഡ് വാഷാണ് നമ്മൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗ്ലിസറിന് ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും കിട്ടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, നമ്മൾ ഉണ്ടാക്കിയ ഹാൻഡ് വാഷ് എങ്ങനെയുണ്ട്, അതായത് പതയൊക്കെ വരുന്നുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 ഡ്രോപ്പ് ഹാൻഡ് വാഷ്, നമ്മൾ ഉണ്ടാക്കിയ ഹാൻഡ് വാഷ് എടുത്തിട്ടുണ്ട്. അതിന് എങ്ങനെയാണ് നോക്കാം. ഇത് നന്നായിട്ട് പത വരുന്നുണ്ട്, അതേപോലെ തന്നെ അതേ ഗന്ധമൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.